ഹലോ, മൊമെന്റ്സ് ആൻഡ് മെമ്മറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 1 എന്റെയും ഏട്ടന്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന് ഏട്ടന് വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി. ഇന്നിപ്പോ കുക്കിക്ക് ഗ്രൂമിങ് അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അവളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. സാധാരണ ഞങ്ങള് പരസ്പരം അങ്ങനെ ഗിഫ്റ്റ് കൈമാറുന്ന ആൾക്കാരൊന്നും അല്ല. അതായത് ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാറില്ല. എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ വാങ്ങുക എന്നുള്ളതേ ഉള്ളൂ. എന്താ പറയാ, ക്രിസ്മസിന് ഗിഫ്റ്റ്, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ്, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ്, അങ്ങനെ അതിൻ്റെതായ പേരിൽ അങ്ങനെ പ്രത്യേകിച്ച് ഗിഫ്റ്റ്സ് വാങ്ങി അങ്ങനെ കൈമാറാറുള്ള ആൾക്കാരല്ല. പിന്നെയും കുറച്ചെങ്കിലും അത് ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ് അങ്ങനെ ചെയ്യാറുള്ളത്. ഏട്ടന് പ്രത്യേകിച്ച് അതിലൊന്നും താല്പര്യമില്ല. പക്ഷെ ഏട്ടനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ്സ് വാങ്ങി തന്നിട്ടുള്ള ആള് കേട്ടോ. പക്ഷെ അതിങ്ങനെ ഒരു പ്രത്യേക ഒക്കേഷന് വേണ്ടിയിട്ട് വാങ്ങിത്തരുന്നു എന്ന പേരിൽ ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, അപ്പം ഞാനിന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സാധനത്തിനോട് ഇഷ്ടം, അല്ലെങ്കിൽ ഇന്ന സാധനം കിട്ടിയാൽ കൊള്ളാം എന്നങ്ങനെ ഒരിക്കലും ഞാൻ പറയുന്ന കേട്ടിട്ടില്ല. ഞാൻ എന്ത് വാങ്ങി കൊടുക്കുന്നു അതൊക്കെ ഏട്ടൻ യൂസ് ചെയ്യാറുണ്ട്. ഏട്ടന് പ്രത്യേകിച്ച് ഇന്നത് വേണം, അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് വേണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളുള്ള ആളല്ല കേട്ടോ. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഐഡിയ ഇല്ല എന്ത് വാങ്ങി കൊടുക്കും എന്നുള്ളത്. പോയി നോക്കാം അല്ലേ. ഞാനൊരു ബെൽറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. മൈക്കിൾ കോഴ്സിൻ്റെ ഒരു ബെൽറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇഷ്ടമാവുമെന്ന് അറിയില്ല, നോക്കാം. പിന്നെ എനിക്ക് നോക്കേണ്ടത് ടീഷർട്ട്സ് ആണ്. പക്ഷേ ഈ പ്രിൻ്റ് ഉള്ളത് ഏട്ടന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പം അല്ലാത്ത ടൈപ്പ് എന്തെങ്കിലും നോക്കണം. ഇനി ഞാനൊരു കോളറുള്ള ടീഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് നോക്കുന്നത് ഇപ്പോഴേ. ഇത് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിലാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇന്നിപ്പം ഗിഫ്റ്റൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. വാങ്ങാൻ കയറിയപ്പം എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. 2 ടീഷർട്ട് വാങ്ങി. ഏട്ടന് കോളർ ഉള്ള ടീഷർട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് വാങ്ങി. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പം ഏട്ടൻ ഏതായാലും കണ്ടു നോക്കട്ടെ. ഏട്ടൻ ഇഷ്ടമായെങ്കിൽ വെക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വേറെ എവിടെന്നേലും വാങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതാണ്. ഇനിയിപ്പം സമയമുണ്ടല്ലോ. അപ്പം ഞാനെല്ലാം വന്ന് ഏട്ടൻ വരുന്നതിന് മുമ്പ് എല്ലാം പാക്ക് ചെയ്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അത് വെഡിങ് ആനിവേഴ്സറി അന്നേ എടുക്കുള്ളൂ പുറത്തേക്ക്. എന്താ അച്ഛയുടെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? അമ്മ പാക്ക് ചെയ്തത് ഓപ്പൺ ചെയ്തത്. അച്ഛൻ ഓപ്പൺ ചെയ്യട്ടെ. വേറെ എന്തെങ്കിലും ഡ്രസ് ഉണ്ടോ? ടീഷർട്ട് എന്ന് പറഞ്ഞ ഈ കവർ കണ്ടിട്ട് പറഞ്ഞു. ജാക്കറ്റ് അല്ല, അതൊക്കെയാണല്ലോ ചോദിച്ചു വെച്ചിരുന്നത്. ബ്ലേസർ ഞാൻ ചോദിച്ചിരുന്നോ? ഷൂസ് ആയിരിക്കും. രണ്ട് ബാഗ്. ഇതെന്താന്ന് ഗസ് ചെയ്യും. I feel like it belt. I feel like it might be like shoes or something. Thank you. Happy anniversary. No gifts for her. No gifts for the boy. മറ്റുള്ള ഗിഫ്റ്റ് Thursday വരും. Thursday. Very open it. Open it. Okay. പിന്നെ അവിടെ ഒരു ബക്കിൾ സാധനം ഉണ്ടായിരുന്നു. അതിന്റെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏട്ടൻ ഇൻ കേസ് മാറ്റണമെന്നുണ്ടെങ്കിൽ. Okay, now let's see what is in this one. Shoes. That I figured it out. And the t-shirts. Everything correct. This is really cool. You like it? I like it. Yeah, he could wear it too. ഇത് നമുക്ക് ഏട്ടന് ഇഷ്ടമല്ലേ മാറ്റാൻ. You like this one? Yes. Shoes. ഏതാ ഏറ്റവും ഇഷ്ടമായത് ഇതില്? Black. ബ്ലാക്കാ? I do it. എനിക്കും ബ്ലാക്കാ ഇഷ്ടമായി. ഇത് ഏട്ടന് ഗ്രീൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിയത് കേട്ടോ. Okay, so this is my sandals. What about Barbie? I think it's correct size. നല്ല രസമുണ്ട് ഇല്ലേ അമ്മേ? ഏട്ടന്
ടോസ് കവർ ആവുന്ന ഷൂസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, ഇടാറുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ സാൻഡൽസ് ഇടത്തില്ല, കാരണം ഏട്ടന്റെ നെയിൽസ് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതാ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് സാൻഡൽസ് ഇടുന്നത്. Looks good. He's gonna wear it today. I guess. Really? Yeah. Like that. Empurane. വേറൊരു സാധനം കൂടെ ബാഗിലുണ്ടായിരുന്നു, ഗിഫ്റ്റ് കിട്ടിയപ്പോ അത് എടുക്കാൻ മറന്നുപോയത്. It's a card. എന്താ സാക്ഷി കാർഡില്? ഒരു സാധാ ഒരു കാർഡ്, ഒരു വെഡിങ് ആനിവേഴ്സറി കാർഡ്. With love, yours, Chino. Good job, Chino. How was it? Surprise? Yes, surprised. പ്രതീക്ഷിച്ചായിരുന്നോ ഗിഫ്റ്റ് വാങ്ങി വെക്കുന്നത്? ഉറപ്പല്ലേ? പ്രതീക്ഷിച്ചിരുന്നോ? പിന്നെ ഉറപ്പല്ലേ? നീയല്ലേ മേടിച്ചു കൊടുക്കുന്നത്, എനിക്ക് ഉറപ്പല്ലേ? പക്ഷെ ഞാൻ എല്ലാ തവണയൊന്നും വാങ്ങി തരാറില്ലല്ലോ. എത്ര വർഷമായിട്ടാ കല്യാണം കഴിഞ്ഞിട്ട്? 9. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒന്ന്? Good. അങ്ങനെ ഒറ്റവാക്കി പറഞ്ഞാ പോരാ, പിന്നെന്താ പറയണ്ടേ? പറയേ. എന്താ പറയണ്ടേ? എന്താ പറയാനുള്ളേ? നല്ലൊരു 9 വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. പിള്ളേര് ഇണക്കങ്ങളും പിണക്കങ്ങളുമായിട്ട് 9 വർഷം. എന്താ റെഡിയായോ? റെഡി. അങ്ങനെ ജൂൺ 1 ആണെന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി 9 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു സക്സസ്ഫുള്ളി. ഗിഫ്റ്റൊക്കെ കൈമാറ്റമൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. എവിടെയാണ് പോകുന്നതെന്നൊന്നും സത്യം പറഞ്ഞാൽ തീരുമാനിച്ചില്ല. ഇപ്പം നമ്മളെങ്ങോട്ടാണ് പോണേ? ഡൊമൈൻ. ഏട്ടൻ്റെ ടീഷർട്ട് ഞാൻ ഇതിനു മുമ്പ് എനിക്കൊന്ന് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് അത്ര ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ടീഷർട്ട് ആയിരുന്നില്ല. അപ്പോൾ എനിക്കൊന്നും ഏട്ടനും അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഓർത്തു എന്നാൽ പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ റിട്ടേണോ എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വാങ്ങണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ലഞ്ചും കഴിക്കണം, എന്നിട്ട് തിരിച്ചു വരണം. അത്രേ ഉള്ളൂ ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി പരിപാടികൾ. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അടുത്ത വർഷം മൈൽ സ്റ്റോൺ ആയതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും മിസ്റ്റർ ശങ്കുണ്ണിയെ കൊണ്ട് നന്നായിട്ട് ചെലവ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും, അല്ലേ? നമ്മളൊരു ക്രാബ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഏട്ടനും എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ ചിക്കൻ ഓർഡർ ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏട്ടനല്ലാത്തതെല്ലാം കഴിക്കുന്നതാണ്. അതാ ഞാനും ചിക്കൻ ഒരു സാധനം ഓർഡർ ചെയ്തേക്കുന്നത്. രാവിലെ കാപ്പി കുടിക്കാത്തതുകൊണ്ട് ഞാനൊരു കോഫി ഓർഡർ ചെയ്ത് കുടിച്ചു. ഏട്ടൻ്റെ എന്നത് ബിയർ. നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ സ്വീറ്റ് കഴിക്കാനുള്ള വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഒരെണ്ണേ വാങ്ങുള്ളൂ. ഒരെണ്ണം വാങ്ങിയാൽ തന്നെ മിച്ചമായിരിക്കും മിക്കവാറും. അപ്പം നമ്മൾ ബട്ടർ കേക്ക് ഓർഡർ ചെയ്ത് കഴിക്കാൻ പോകും. കൊള്ളാമെന്ന് കുഴപ്പമില്ല. ഒരു ഫൈൻ ഡൈനിങ് ആണിത്, അതുകൊണ്ട് വലിയ അങ്ങനെ ക്വാണ്ടിറ്റി ഒന്നും ആയിരുന്നില്ല. ക്രാബ് കേക്ക് സൂപ്പറായിരുന്നു. മറ്റേ ഞാൻ ഓർഡർ ചെയ്ത സാധനം അത്ര അടിപൊളിയായില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേറ്റ് സ്വാപ്പ് ചെയ്ത് കഴിച്ചു. സ്വാഭാവികം, എൻ്റെ സെലക്ഷൻ തെറ്റാറില്ലല്ലോ. ഇത് ബട്ടർ കേക്കാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധനം, നന്നായുള്ളൂ, കൂടുതലൊന്നും വാങ്ങാത്തത്. എല്ലാവരും റാസ്ബെറീസ് ആൻഡ് സ്ട്രോബെറീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വാനില ഐസ്ക്രീം, പിന്നെ അതിൻ്റെ താഴെ ഒരു ബട്ടർ മിൽക്ക് കേക്ക്. ഇത് കൊള്ളാം. ഒത്തിരി ഭയങ്കരമായിട്ട് ഓവർ മധുരമല്ല, എല്ലാം ബാലൻസ് ചെയ്യുന്ന പോലെ ഒരു സാധനം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോവാണ്. എക്സ്പ്രസിൻ്റെ ഞാനന്ന് പോയപ്പോൾ കാണിച്ചിട്ടുണ്ടായില്ലേ, എക്സ്പ്രസിൻ്റെ ഒരു ഷോപ്പിൽ നിന്നായിരുന്നു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായി. അപ്പം
അവിടെ ഒരുപാട് നല്ല ടീഷർട്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഏട്ടൻ്റെ സൈസിലൊന്നും കിട്ടാനില്ലായിരുന്നു. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സൈസാണ് മീഡിയം ലാർജുമല്ലോ. അപ്പം അത് രണ്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വേറൊരു ലൊക്കേഷനിലെ ആ സ്റ്റോറിലായിരുന്നു, ഇപ്പോൾ ഡൊമൈനിലെ ലൊക്കേഷനിലെ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇത് ഇവിടുത്തെ ആപ്പിളിൻ്റെ സ്റ്റോറാണ്. ഇതിനുള്ളിലെ ആൾക്കാർ കണ്ടോ, ഭയങ്കര തിരക്കാണ്. ക്യൂ ഒക്കെ നിന്ന് ആൾക്കാർ കയറുന്നുണ്ടായി. ആ സ്റ്റോർ നമ്മൾ വീണ്ടും എക്സ്പ്രസ് ഷോപ്പിൽ ഏട്ടനുമായിട്ട് വന്നു. എന്നിട്ട് നമ്മൾ 2-3 സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതാ കാണിച്ച നേരത്തെ കാണിച്ചേട്ടത്, ഇതാണ് ഒന്ന് കേട്ടോ, എംബ്രോയിഡറി ഷർട്ട്. ഇപ്പോൾ കുറേ സമ്മർ ആയതുകൊണ്ട് കുറേ ഫ്ലോറൽ ഷർട്ട്സും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ സാൻഡൽസ് ഇടാത്ത ആളെ സാൻഡൽസ് ഇടിച്ചു. പക്ഷെ ഓപ്ഷൻ ഉണ്ട്, ഏട്ടന് വേണമെങ്കിൽ എപ്പോൾ വേണേൽ മാറ്റുന്നെങ്കിൽ. DSW വാങ്ങി ബില്ലൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാലോ അല്ലേ? എന്തായാലും പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വീണ്ടും മൈക്കിൾ കോഴ്സിൽ വന്നിരിക്കുകയാണ് ഏട്ടൻ്റെ അത് സൈസിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി. പക്ഷെങ്കിൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമുക്ക് തന്നെ അതിൻ്റെ സൈസ് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം പക്ഷേ ബക്കിൾ ചേഞ്ച് ചെയ്തെടുക്കുവാണ്. നമ്മൾ ഒരു പ്ലെയിൻ ബക്കിൾ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകട്ടോ. ഇന്നിപ്പം ഒരു ഡിന്നർ ഇൻവൈറ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അമ്മയും കുട്ടികളെ എല്ലാം കൂട്ടിയിട്ട് ഡിന്നറിന് പോകും. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതോടുകൂടി വെഡിങ് ആനിവേഴ്സറി കലാശക്കൊട്ടായി. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ഇവിടെ. പീക്ക് സമ്മറിലേക്ക് എത്തിയിട്ടില്ല. എത്തുമ്പോഴത്തേക്ക് ഒട്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ചൂടാവും. ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേ വെതർ ഒന്നൊന്ന് ഒരു സമാധാനമുള്ള രീതിയിലേക്ക് ആവുന്നുള്ളൂ. അപ്പം അതൊക്കെയാണ് പരിപാടി. ഇന്നിപ്പോൾ ഡിന്നറിനും കൂടെ ഒക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസം കഴിയും. നാളെ എല്ലാവരും ബാക്ക് ടു സ്കെഡ്യൂൾ. ജോലിയായി, എനിക്ക് ജോലിയുണ്ട്, ഏട്ടന് ജോലിയുണ്ട്. എല്ലാവരും ആസ് യൂഷ്വൽ മൺഡേ തിരക്കുകളിലേക്ക് പോകും. നിങ്ങൾ 9ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സമയത്ത് what do you feel about your partner? വലിയ ഞാൻ തന്നെ പറയണം. സത്യമായിട്ട് തന്നെ പറയണമല്ലോ. നമ്മളിപ്പോ ഏതായാലും ഒരു ബാച്ചലർ ലൈഫൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമുക്കൊരു സ്വപ്നങ്ങളും കുറെ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും നമ്മൾ കല്യാണത്തിനെ പറ്റി. So we met each other through matrimony. Anyway, matrimony വഴി പരിചയപ്പെട്ടു, കല്യാണം കഴിച്ചു. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ 9 വർഷമായി. പക്ഷെ I think she's one of the ആരും തരും.
Hey.